വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ മോഡൽ MPPTയും അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു MPPTയുടെ കുറച്ച് ഭാഗങ്ങൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ തന്നെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കുറച്ച് ഡീപ്പായിട്ടുള്ള കാലിബ്രേഷനും കാര്യങ്ങളൊന്നും അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു MPPTയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ച് ലോഡ് കൂടുതൽ കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പൊ സാധാരണ നമ്മൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന MPPT എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു ചെറിയ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 500 വാട്ട് പാനൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു 12 വോൾട്ട് ബാറ്ററിയിലോട്ട് ഒരു 25-30 ആംബിയറോ ഒക്കെ ചിലപ്പോ പ്രൊഡക്ഷൻ നല്ല വെയിലുള്ള സമയത്ത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതൊരു 200 ആച്ച് ബാറ്ററിയും അതുപോലെ തന്നെ വീട്ടിൽ അത്യാവശ്യം ലോഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി സേഫ് ആയിരിക്കും. പക്ഷെ തീരെ ലോഡില്ല, കുറച്ച് BLDC ഫാൻ, ഒന്നോ രണ്ടോ BLDC ഫാൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ട്, ഒരു 30 ആംബിയറോളം പ്രൊഡക്ഷൻ ഉണ്ട്. ബാറ്ററി നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു 150 AH ഒക്കെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തില് നല്ല രീതിയിൽ വെയിൽ ഉദിക്കുന്ന സമയത്ത് ഇപ്പൊ ചിലപ്പോ ചില കണ്ടീഷനിലൊക്കെ തലേദിവസം ഉപയോഗിച്ച് കറണ്ട് ഒക്കെ പോയി രാത്രിയിൽ മഴ പെയ്ത് ഉപയോഗിച്ച് ബാറ്ററി ഫുൾ ആയിട്ട് എംപ്റ്റി ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. നേരം വെളുക്കുന്ന സമയത്ത് വെയിലില്ല, മഴയാണ്. അത് കഴിഞ്ഞ് നേരം വെളുത്ത് കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 11 മണി 12 മണിയൊക്കെ ആവുന്ന സമയത്ത് നല്ല വെയിൽ ഉദിക്കുന്ന സമയത്ത് എത്രയാണോ വരുന്നത് ആ ആംബിയർ ഫുള്ളും ബാറ്ററിയിലേക്ക്, ഈ എംപ്റ്റി ആയിട്ടിരിക്കുന്ന ബാറ്ററിയിലേക്കൊക്കെ കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തില് നല്ല രീതിയിൽ ആംബിയർ ബാറ്ററിയിലോട്ട് അടിച്ചു കയറുന്ന സമയത്ത് ബാറ്ററിയുടെ ലൈഫിനെ അത് കാര്യമായിട്ട് രീതിയിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോ നമുക്ക് ബാറ്ററിയിലേക്ക് പോകുന്ന ആംബിയർ ബാറ്ററിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന MPPTകൾ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കൊരു 200 ആച്ച് ബാറ്ററിയിൽ 500 വാട്ട് പാനൽ വെച്ചാൽ 30 ആംബിയർ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും നമുക്കൊരു 25 ആംബിയർ മതി ബാറ്ററിക്ക് അകത്ത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 25 ആംബിയർ നമ്മൾ കാലിബ്രേഷനിൽ കയറിയിട്ട് ആ സ്വിച്ച് ഉപയോഗിച്ച് 25 ആംബിയർ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 25 ആംബിയർ മാത്രമേ ബാറ്ററിയിലേക്ക് ചാർജ് ആവുള്ളൂ. മാത്രമല്ല ബാറ്ററി ഫുൾ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോലെ ബാറ്ററിയിലേക്കുള്ള ചാർജിങ്ങിന്റെ അളവ് കുറച്ച് ലോഡിലേക്ക് ഈ പറയുന്ന ബാക്കി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പവറെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളെ സാധാരണ ഒരു MPPT കണക്ഷൻ കൊടുക്കുന്നത് പോലെയല്ല ഇതിന്റെ MPPTയുടെ കണക്ഷൻ കൊടുക്കുന്നത്. കാരണം ഇതിന് സാധാരണ ഉള്ളത് പോലെ തന്നെ രണ്ട് പൊസിഷൻ ഉണ്ട്. അതായത് സോളാറിന്റെ പ്ലസ് നമ്മൾ ഹീറ്റ് സിങ്കിൽ തന്നെയാണ് കണക്ട് ചെയ്യുക, അതിൽ നിന്ന് തന്നെയാണ് ബാറ്ററിയിലോട്ട് പോവുക. അപ്പൊ കോമൺ ആയിരിക്കും പ്ലസ്. നെഗറ്റീവ് സോളാർ പാനലിന്റെ നെഗറ്റീവ് കണക്ട് ചെയ്യാനായിട്ട് ബോർഡിൽ ഒരു ചെറിയ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് MPPTയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലാമ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻവെർട്ടറിന്റെ നെഗറ്റീവ് സാധാരണഗതിയിൽ നമ്മൾ എല്ലാ MPPTകളിലും ഇൻവെർട്ടറിന്റെ നെഗറ്റീവ് നേരെ ബാറ്ററിയിലേട്ടാണ് കൊടുക്കുക. അതായത് ഇൻവെർട്ടറിന്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ബാറ്ററിയിലേക്ക് കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്യാറാണ് പതിവ്. ഈ മോഡൽ MPPTയില് ബാറ്ററിയുടെ പോസിറ്റീവ് മാത്രമാണ്, സോറി, ഇൻവെർട്ടറിന്റെ പോസിറ്റീവ് മാത്രമാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുക. ഇൻവെർട്ടറിന്റെ നെഗറ്റീവ് ഭാഗം, അതായത് ഇൻവെർട്ടറിന്റെ നെഗറ്റീവ് കേബിൾ കണക്ട് ചെയ്യണത് MPPTയുടെ അകത്തുനിന്ന് നമ്മൾ ഒരു 10 സ്ക്വയർ mm വയർ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവണം. ഇപ്പൊ എൻ്റെ ബ്ലാക്ക് വയർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു റെഡ് വയറാണ് ഇട്ടിരിക്കുന്നത് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വയറുമായിട്ട് ബ്ലാക്ക് വയർ, അതായത് MPPTയുടെ അകത്തുനിന്ന് ലോഡ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു വയറ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ടാവും. ആ വയറിലേക്ക് ആയിരിക്കണം ഈ പറയുന്ന ഇൻവെർട്ടറിന്റെ നെഗറ്റീവ് കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ബാറ്ററി ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് ബാറ്ററിയിലേക്കുള്ള ചാർജിങ് കറന്റ് അവിടെ റെഡ്യൂസ് ചെയ്യും. അതിനുശേഷം നേരെ ലൈവ് മോഡിലേക്ക് ഈ ഫുൾ ആംബിയർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത്തരം MPPT വെച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈ ആംബിയർ കറണ്ട് വന്നു കഴിഞ്ഞാലും നമുക്കത് സെറ്റ് ചെയ്ത് ബാറ്ററിനെ സേഫ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പൊ നമുക്ക് ഒരു 12 വോൾട്ടിൽ ഇപ്പൊ 200 ആച്ച് ബാറ്ററി ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണഗതിയിൽ ഒരു 500 വാട്ടിന്റെ ഒരു പാനലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഇതിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 500ന് പകരം 800 വാട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 800-900 വാട്ട് നമുക്ക് കൊടുക്കാം. കാരണം നമുക്ക് ബാറ്ററിയിലേക്ക് പോകുന്ന ആംബിയറിനെ അവിടെ ലിമിറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കാരണം ഒരു 15 ആംബിയറോ അല്ലെങ്കിൽ നമുക്ക് 20 ആംബിയറോ
30 ആംബിയറോ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ചെയ്ത ലിമിറ്റ് മാത്രമേ ബാറ്ററിക്ക് അകത്തേക്ക് പോവുള്ളൂ. ബാലൻസ് വന്നു കഴിഞ്ഞാൽ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞ് MPPT ലൈവ് മോഡിലേക്ക് ചേഞ്ച് ആവുമ്പോൾ ഈ പറയുന്ന ഫുൾ ആംബിയർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ലോഡ് നെഗറ്റീവ് വഴി. അപ്പോൾ കുറച്ച് നഷ്ടങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് മറ്റുള്ള MPPTനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാധാരണ MPPT എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഫുൾ പ്രൊഡക്ഷനും നമുക്ക് ബാറ്ററിയിലേക്ക് അടിച്ചു കയറും. പെട്ടെന്ന് തന്നെ ബാറ്ററി ലൈവ് മോഡിലേക്ക് കയറുന്നതായിരിക്കും. ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട്, അതായത് ബാറ്ററിയിലേക്കുള്ള ചാർജിങ് ആംപിയർ കുറച്ച് റെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ബാറ്ററി ചാർജ് ആവാനായിട്ട് ചെറിയൊരു ഡിലേ വരുന്നതായിരിക്കും. എന്നാലും ബാറ്ററി സേഫ് ആയിരിക്കും. വലിയ ചേഞ്ചസ് വരില്ല, ചെറിയൊരു ഡിലേ വരുന്നതായിരിക്കും. ആ ഡിലേ വന്ന് ചേഞ്ച് ആയതിനു ശേഷം ഫുൾ ലോഡ് നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 12 വോൾട്ടിൽ തന്നെ കുറച്ച് കൂടുതൽ പാനൽ കൊടുത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആംബിയർ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ബാറ്ററി സേഫ് ആയിട്ടിരിക്കും. ബാറ്ററി വാട്ടർ തിളച്ചു പോവുക, അങ്ങനെ ഓവർ ചാർജ് ചെന്നിട്ട് ബാറ്ററി വീർക്കുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ടൈപ്പ് MPPT ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ഒരു പരിധി വരെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 550 വാട്ട് ഉള്ള പാനലുകള് നമ്മളൊരു 150 AH ബാറ്ററിയിലേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല വെയിലുള്ള സമയത്ത് ഒരു 30-32 ആംബിയറൊക്കെ നല്ല വർക്ക് ചെയ്യണ MPPTയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ 30 ആംബിയറോളൊക്കെ പ്രൊഡക്ഷൻ നമുക്ക് ബാറ്ററിയിലോട്ട് വരുന്ന സമയത്ത് അവിടെ നിസാരം ചിലപ്പോൾ ഒരു 1-2 BLDC ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ബാറ്ററി തലേദിവസം ഉപയോഗിച്ച് MT കണ്ടീഷനിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ലോഡ് ഇല്ലാതെ ഉപയോഗിക്കുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ആംബിയർ ബാറ്ററിയിലോട്ട് ചെല്ലുമ്പോൾ ബാറ്ററിയുടെ ലൈഫ് പെട്ടെന്ന് തന്നെ അവതാളത്തിലാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ചാർജിങ് കറന്റ് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു വീഡിയോയില് ഈ കറണ്ട് കൺട്രോളിങ് സെറ്റപ്പ് ഉള്ള MPPT ഈ സെയിം ബോർഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ചും കൂടിയും ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ MPPTയിൽ വർക്കിംഗ് നടക്കണതെന്ന് കാണിച്ചു തരാം. സാധാരണ പോലെ MPPTയിൽ ഉള്ളതുപോലെ തന്നെ 3 ടെറോയിഡ് കോയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു MPPTയിലും പവർ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഴയ MPPTയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ACLS എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അത് മാറിയിട്ട് 2 ഹോൾ സെൻസറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. WS1600 എന്ന് പറയുന്ന 2 ഹോൾ സെൻസറുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ബാറ്ററിയിലേക്ക് പോകുന്ന ചാർജിങ് കറണ്ട് മെഷർ ചെയ്തിട്ട് പ്രോഗ്രാം ICനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ലോഡിലേക്ക് പോകുന്ന കറണ്ട് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്തിട്ട് പ്രോഗ്രാം ICയിലേക്ക്, ഇവിടെയാണ് പ്രോഗ്രാം ICയുടെ ലൊക്കേഷൻ, നമ്മുടെ 30F2010 തന്നെയാണ് ഇതിനകത്തും യൂസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം IC. ബാക്കിയെല്ലാം സെയിം നമ്മുടെ പഴയ MPPT പോലെ തന്നെയാണ് ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതില് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സോളാർ നെഗറ്റീവ് കണക്ഷൻ കൊടുക്കും. അതായത് സോളാർ പാനലിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ഇവിടെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ പഴയ MPPTയിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കോമൺ പ്ലസ് ഹീറ്റ് സിങ്കിന്റെ മുകൾ വശത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ബാറ്ററി നെഗറ്റീവ് ഈ ഹോൾ സെൻസറിനോട് ചേർത്ത് നമ്മൾ കണക്ട് ചെയ്യും. ഒരു വ്യത്യാസം ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ ലോഡ് നെഗറ്റീവിലാണ് നമ്മൾ ഇൻവെർട്ടറിന്റെ നെഗറ്റീവ് പോർഷൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോൾ പഴയ MPPTയിലൊക്കെ എങ്ങനെയാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഡയറക്റ്റ് ബാറ്ററിയിലേക്കാണ് കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കാറ്. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ബാറ്ററിയിലേക്കാണ് കണക്ട് ചെയ്യാറ്. അതായത് MPPT ആയിട്ട് കണക്ട് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു MPPT ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടറിന്റെ നെഗറ്റീവ് പോർഷൻ ഈ ലോഡ് നെഗറ്റീവ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 10² mm കേബിള് പുറത്തേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കും. അതിലായിരിക്കും ഇൻവെർട്ടറിന്റെ കണക്ഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ ബാറ്ററി നെഗറ്റീവിന്ന് നമ്മളൊരു കണക്ഷൻ ഇട്ടിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് എടുത്തിട്ടായിരിക്കും നമ്മൾ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് സാധാരണ കേസിൽ ഒരു 500 വാട്ട് പാനലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20-25 ആംബിയറോളൊക്കെ കറണ്ട്, അല്ലെങ്കിൽ ഒരു 30 ആംബിയറിന്റെ അടുത്ത് കറണ്ട് ബാറ്ററിക്ക് അകത്തേക്ക് ഒഴുകുവാനായിട്ട് തുടങ്ങും. അപ്പോൾ ചെറിയ ബാറ്ററിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 150 AH ബാറ്ററിക്ക് ആണെന്നുണ്ടെങ്കിൽ അത്ര കറണ്ട് 30 ആംബിയറോളം കറണ്ട് ബാറ്ററിയിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാറ്ററിയുടെ ലൈഫിനെ കാര്യമായ രീതിയിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ സെറ്റപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജിങ് കറണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അതാണ് ഈ ഒരു MPPT ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു MPPTയുടെ ബോട്ടം സൈഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും പഴയ MPPT ആയിട്ട് ഏകദേശം സാമ്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ചെറിയൊരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡ്രൈവ് കൺട്രോൾ ചെയ്യണത് TLP 152 എന്ന് പറഞ്ഞിട്ടുള്ള SMDICകളാണ് ഇതിന്റെ ഡ്രൈവ് കൺട്രോൾ ചെയ്യണത്. മറ്റേതില് TLP 250 ആണ് ഡ്രൈവ് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇതിനകത്ത് TLP 152 ആണ് യൂസ് ചെയ്യണത്. അപ്പൊ ഇത്രയാണ് ബോട്ടം സൈഡിലും ഉള്ള വ്യത്യാസങ്ങൾ, മോൾ വശത്തുള്ള വ്യത്യാസങ്ങൾ. അപ്പൊ ഞാൻ എന്റെ ബാറ്ററിയിലേക്ക് 30 ആംപിയർ വെക്കാനായിട്ടുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് 250 12 വോൾട്ടിന്റെ ബാറ്ററി പാരലൽ ചെയ്ത് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് ആംപിയർ കുറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ലോസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 30 ആംപിയർ സെലക്ട് ചെയ്ത് വെച്ചേ. പക്ഷെ ആർക്കെങ്കിലും അതിൽ കൂടുതൽ പാനൽ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ആംപിയർ കുറച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആംപിയർ സെറ്റ് ചെയ്ത് നമുക്ക് എത്രയാണോ ലിമിറ്റ് അതിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഞാൻ ടെസ്റ്റിന് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇതാണ് നമ്മുടെ നെഗറ്റീവ് കേബിൾ, അതായത് ലോഡിലേക്ക് പോകുന്ന നെഗറ്റീവ് കേബിൾ ആയിട്ട് ഇട്ടിരിക്കുന്നത് ഈ വയറാണ്. അപ്പൊ ഞാൻ ടെസ്റ്റ് പർപ്പസിനുള്ളത് കൊണ്ട് എൻ്റെ കയ്യിൽ ബ്ലാക്ക് വയർ ഇല്ലാത്തത് കൊണ്ട് റെഡ് വയർ ഇട്ടുന്നുള്ളൂ. അത് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇൻവെർട്ടറിന്റെ നെഗറ്റീവിൽ ഇതുപോലെ നട്ട് ബോൾട്ട് ഇട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിതിപ്പോ ഏതാണ്ട് 1 മാസത്തിലധികമായി ഇപ്പൊ ഇത് കണക്ട് ചെയ്തിട്ടിട്ട്. അപ്പൊ ഇങ്ങനെ സാധാരണ MPPTനെ അപേക്ഷിച്ച് MPPTയുടെ അകത്ത് നിന്ന് ഇതുപോലൊരു പുറത്തോക്കി ഒരു 10 സ്ക്വയർ mm കേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അത് ഈ പറഞ്ഞിട്ടുള്ള പോലെ ഇൻവെർട്ടറിന്റെ നെഗറ്റീവ് നമ്മൾ MPPTയുടെ അകത്തായിരിക്കും കണക്ട് ചെയ്യുക ഇത്തരത്തിലുള്ള MPPTകൾക്ക്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിയിലേക്കുള്ള ചാർജിങ്ങിന്റെ ലെവല് കുറച്ചിട്ട് ലൈവ് മോഡിലേക്ക് നമുക്ക് കൂടുതൽ പവർ എടുക്കാനായിട്ട് സാധിക്കും. കാലിബ്രേഷൻ ഉപയോഗിക്കുന്ന സ്വിച്ച് സാധാരണ കെയുടെ പോലെ തന്നെയാണെങ്കിലും കാലിബ്രേഷൻ ഡിസ്പ്ലേയിൽ വരുന്ന ലെറ്റേഴ്സ് കുറച്ച് വ്യത്യാസമുണ്ട്. സാധാരണ കീബോർഡിനെ അപേക്ഷിച്ച് കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കാലിബ്രേഷൻ മോഡിലേക്ക് കയറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാലിബ്രേഷൻ സെറ്റപ്പിലേക്ക് കയറി നോക്കാം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഈ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. നമ്മുടെ കാലിബ്രേഷൻ മോഡിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പൊ ടേൺ ഓഫ് PV ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ബാറ്ററി സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ അങ്ങനെ മൾട്ടിപ്പിൾ ബാറ്ററി സെലക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പാനൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു പാനല് അല്ലെങ്കിൽ 2 പാനല് നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാനലിന്റെ എണ്ണം കൂട്ടാനോ കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെയാണ് ഇതിനകത്ത് സെലക്ഷൻ. അപ്പൊ നമുക്കിവിടെ ഞാൻ ഒരു പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത് 12 വോൾട്ടില്. അപ്പൊ ആ ഒരു പാനൽ സെലക്ഷൻ തന്നെ കൊടുക്കുക. ബാറ്ററി നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സോളാർ നമുക്ക് VOC നമുക്ക് എത്രയാണ് വരുന്നത് അത് നമുക്ക് ഇവിടെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ബാറ്ററി ഫുള്ള് 14.4 ആണ് വെച്ചിരിക്കുന്നത്. ബാറ്ററി ഫ്ലോട്ട് 13.8. ചാർജിങ് ആംസ് ഇതിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 30 ആംപിയർ ആണ്. അപ്പൊ നമുക്ക് ചാർജിങ് ആംപിയർ എത്രത്തോളം കുറയ്ക്കണോ, ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു 15 ആംപിയർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റർ അടിച്ചിട്ട് നമ്മൾ ആ 15 ആംപിയർ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 15 ആംപിയർ മാത്രമേ, എത്ര ആംപിയർ പ്രൊഡക്ഷൻ ഉണ്ടായാലും ബാറ്ററിയിലോട്ട് ആ 15 ആംപിയർ മാത്രമേ. ഇപ്പൊ നമ്മളൊരു 15 ആംപിയർ എടുക്കുകയാണ്, ഒരു 150 ആഴ്ച ബാറ്ററിക്കൊക്കെ ഒരു 15 ആംപിയർ മതി. അല്ലെങ്കിൽ കുറച്ച് വീക്കായ ബാറ്ററി ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 15 ആംപിയർ സെലക്ട് ചെയ്താൽ സെറ്റ് ചെയ്തിട്ട് ഡൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത്രയും ആംപിയർ മാത്രമേ ബാറ്ററിയിലേക്ക് പോവുള്ളൂ. ലോഡ് ഓൺ വെച്ചാൽ 13.5 വോൾട്ട് എത്തുമ്പോൾ ലൈവ് മോഡിലേക്ക് പോകും. ലോഡ് ഓഫ് തിരിച്ച് റിട്ടേൺ വരുന്നത് ഞാൻ 12 കൊടുത്തിരിക്കുന്നത്. മറ്റേ MPPT-കളിൽ 11.8 വെക്കാറ്. പിന്നെ സോളാർ ഹെസ്, ബാറ്ററി ഹെസ്. ഇത് രണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാല് ബാറ്ററിയിലേക്ക് പോകുന്ന ചാർജിങ് കറണ്ടും കാലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും ഇവിടെ. അതുപോലെ തന്നെ ലോഡിലേക്ക് പോകുന്ന ആ കറണ്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൊടുത്തിരിക്കുന്നത്. പിന്നെ മാക്സിമം VOC 50 ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ട്രാക്ക് ആംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവിലേക്ക് എടുക്കുന്ന ആംബ് മാക്സിമം എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ ഒരു ഡിലേ ഉണ്ട് ഗ്രാവിറ്റി ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട്. എക്സിറ്റ് സെറ്റപ്പ്. അപ്പൊ ഇതാണ് കാലിബ്രേഷൻ മോഡിൽ വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇതിന്റെ ഡിസ്പ്ലേയില് സോളാർ ആംസും കാണിക്കും, അതുപോലെ തന്നെ ചാർജിങ് ആംബിയറും കാണിക്കും. അതായത് ഇൻപുട്ട് സോളാറിൽ നിന്ന് എത്ര ആംബിയറോളം വരുന്നുണ്ടെന്ന് കാണിക്കും. അതുപോലെ തന്നെ MPPT-യിൽ നിന്ന് തിരിച്ച് ബാറ്ററിയിലേക്ക് എത്ര ആംബിയർ പോകുന്നുണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ സാധാരണ എല്ലാ MPPT-യിലും ഉള്ളതുപോലെ തന്നെ ഡെയിലി യൂണിറ്റ്, ടോട്ടൽ യൂണിറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ച വീഡിയോ എന്ന് പറയുന്നത് ബാറ്ററിയുടെ ചാർജിങ് കറണ്ട് സെറ്റ് ചെയ്ത്, അതായത് ബാറ്ററിയിലേക്ക് അകത്തേക്ക് പോകുന്ന ചാർജിങ് കറണ്ട് സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു MPPT-യും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ കാലിബ്രേഷനും ആണ് നിങ്ങൾക്ക് ഇന്ന് വിവരിച്ചു തന്നത്. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരും ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.